ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമുള്ളത് ഈ തിരുഹൃദയ തിരുനാളിന് ഇവിടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് മുഖ്യമന്ത്രിയായി അങ്ങ് വരണം എന്നുള്ളതാണ്. തിരുഹൃദയമേ അഭയം തരേണം ദിവ്യ സ്നേഹമേ. തെരഞ്ഞെടുപ്പ് കാലത്തെ കൗതുകകരമായ ഓർമ്മയും വികാരിയച്ഛൻ നൽകിയ അനുഗ്രഹവും ഹൃദയത്തിൽ സൂക്ഷിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വീണ്ടുമെത്തി. പറവൂർ സെന്റ് ഡോൺ ബോസ്കോ റോമൻ കാത്തലിക് പള്ളിയിലെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ നടന്ന ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുവാനാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തിയത്. മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പന്തലിന്റെ കാൽനാട്ട് കർമ്മത്തിന് എത്തിയപ്പോഴായിരുന്നു ഈ അപൂർവ നിമിഷത്തിന് വഴിയൊരുങ്ങിയത്. അന്ന് ചടങ്ങിനെത്തിയ വി.ഡി. സതീശനെ സ്വീകരിച്ച വികാരിയച്ഛൻ വരാനിരിക്കുന്ന തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ മുഖ്യമന്ത്രിയായി ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കുവാൻ വരണമെന്ന് ആശംസകൾ അർപ്പിച്ചിരുന്നു. തീർച്ചയായും പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജനപ്രതിനിധി ആയിരിക്കില്ല ഞാൻ. എന്നും പഴയ കാലങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ജനപ്രതിനിധി ആയിരിക്കുമെന്ന വാക്കാണ് നൽകുന്നത്. നമ്മുടെയെല്ലാം കരുത്ത്, നമ്മുടെയെല്ലാം ആത്മവിശ്വാസം നമുക്ക് അവനിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ മുന്നിലേക്ക് നടത്താൻ, നമ്മുടെ മുന്നിൽ ദീപമായി വിളക്കായി നമ്മുടെ മുന്നിലുണ്ട്. ഏത് അന്ധകാരത്തിലും വിളക്കായി നമ്മളെ മുന്നോട്ട് നയിക്കാൻ അവനുണ്ട്. നമ്മുടെ കൂടെ ഒരു കരുത്തായി, ഒരു യോദ്ധാവിനെ പോലെ നമ്മുടെ വലതുഭാഗത്ത് അവനുണ്ട്. ഇതാണ് നമ്മുടെ ആത്മവിശ്വാസം. എൻ്റെയും ആത്മവിശ്വാസം അന്ധകാരങ്ങൾ നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, വലിയ തീരാക്കുരുക്കുകൾ അഴിച്ചെടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെയും ആത്മവിശ്വാസം അതുതന്നെയാണ്. അവൻ എൻ്റെ കൂട്ടായി, എൻ്റെ വലതുഭാഗത്തൊരു യോദ്ധാവിനെ പോലെ എൻ്റെ കൂടെ ഉണ്ടാകും. എൻ്റെ മുന്നിലുള്ള എല്ലാ ഇരുമ്പുകൂടങ്ങളും തകർത്ത് ആ ഇരുമ്പുകൂടങ്ങൾ തുറന്നു കൊടുത്ത് അവിടെ സാധാരണക്കാരന് ആശ്വാസം പകരാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, ഏറ്റവും പാവപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയുന്നൊരു മനസ്സൊരുക്കി തരാൻ അവൻ കൂടെ ഉണ്ടാകും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും അന്ന് വടക്കൻ പറവൂർ ഡോൺ ബോസ്കോ പള്ളിയിലെ വികാരിയച്ഛന് നൽകിയ വാക്ക് അദ്ദേഹം മറന്നില്ല. തിരുനാൾ ദിനത്തിൽ പള്ളിയിലെത്തിയ മുഖ്യമന്ത്രിയെ കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവും വികാരിയച്ഛനും ഇടവക ജനങ്ങളും ചേർന്ന് ഹൃദ്യമായി സ്വീകരിച്ചു. തുടർന്ന് വിശ്വാസികൾക്കൊപ്പം ഊട്ടുനേർച്ചയിലും പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്.